ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ പരദേവതാ സങ്കല്പം എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ പരദേവതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആർക്കും വ്യക്തമായ ധാരണകളൊന്നുമില്ല. പണ്ട് കാലത്ത് പൂർവികർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ഈ പരദേവതാ സങ്കല്പം എന്ന് പറയുന്നത്. ശരിക്കും അതൊരു ദൈവീക ശക്തി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ശക്തിയെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ വരും തലമുറകൾക്ക് ഈ ഒരു ആധുനിക കാലത്ത് ജീവിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളോ ഒന്നുമില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യാതെ വരുമ്പോൾ അത് നമ്മുടെ ഓറയിലേക്ക് ബാധിക്കുകയും അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പരദേവതാ സങ്കല്പം എന്ന് പറയുന്നത് ശരിക്കും അതൊരു പൂർവികരായി കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു സമ്പത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്. അതൊരു ദേവനോ ദേവിയോ അല്ലെങ്കിൽ ഏതൊരു ദേവസങ്കല്പമാണെങ്കിൽ പോലും അതിന് നമ്മൾ വ്യക്തമായ രീതിയിൽ പരിപാലിച്ച് പോയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കണം. കാരണം പുതിയ തലമുറയിലേക്ക് ആ കുടുംബത്തിൽ എങ്ങനെയാണ് ഇത്രയും സമൃദ്ധി ഉണ്ടായത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പൂർവികമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അവരോട് എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്ക് ഈ പരദേവ സങ്കല്പത്തെക്കുറിച്ച് ഒരു ഗ്രാഹ്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിനെ പൂർവികരെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പരദേവതാ സങ്കല്പം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണെന്നും മനസ്സിലാക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും.